ഇന്നത്തെ ഗോസ്പൽ എത്ര കംഫർട്ടിംഗ് ആണ്. അധ്വാനിക്കുന്നവരും ഭാരം വയ്ക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതാണ്, ചുമട് ഭാരം കുറഞ്ഞതാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഈശോ തന്നെ പറഞ്ഞതാണ്. സാധാരണ ഈശോ പറയുന്നത് കുരിശ് കൊടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വാ, എന്നെ പ്രതി പീഡകൾ അനുഭവിക്കുന്നൊരു ബ്ലെസ്സഡാണ്, എനിക്ക് തല ചായ്ക്കാൻ ഇടമില്ല. ഇങ്ങനെ ദാരിദ്ര്യം പറയുന്ന ഈശോ ഇത് പറഞ്ഞിട്ടുണ്ടാവോ? ഈശോ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നത് തെറ്റാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ യഥാർത്ഥമുള്ള വ്യാഖ്യാനം മനസ്സിലാക്കണമെങ്കിൽ ഈശോയുടെ കാലഘട്ടത്തിൽ റബ്ബിമാരുടെ അടുത്ത് പോകണം. റബ്ബിമാർ എന്താണ് ഈ നുകം കൊണ്ട് ഉദ്ദേശിച്ചത്? എന്താണ് ചുമട്? നുകം എന്ന് പറയുന്നത് എക്സ്ട്രാ റൂൾസാണ്. റബ്ബിമാർ സ്ക്രിപ്ചർ വ്യാഖ്യാനിച്ചിട്ട് ചില ആപ്ലിക്കേഷൻസ് കൊടുക്കും. ആപ്ലിക്കേഷൻസ് കൊടുക്കുമ്പോൾ അത് അവർ കയ്യിൽ നിന്ന് ഇട്ട് കൊടുക്കും, അവരുടെ ഭാവനയിൽ നിന്ന് ഇട്ട് കൊടുക്കും. അതിന് എക്സ്ട്രാ റൂൾസ് എന്ന് പറഞ്ഞാൽ അതിന് നുകം എന്നാണ് ജനങ്ങൾ പറയുന്നത്. നുകം. ഇനി ചുമട്. ചുമടെന്ന് പറഞ്ഞാൽ 10 കൽപ്പനകളെ കീറി മുറിച്ച് 613 കൽപ്പനകളാക്കിയല്ലോ. കുറേ അധികം ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. ഇപ്പോൾ സാധാരണ മനുഷ്യർക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ള കാര്യങ്ങൾ പോലും അറിയത്തില്ല. നിയമങ്ങൾ എത്ര പോലും ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ മനുഷ്യരതിനെ വിളിച്ചിരുന്നത് എന്താ? ചുമട്. ഇങ്ങനെ എക്സ്ട്രാ റൂൾസും ഇങ്ങനെ ഡൂസ് ആൻഡ് ഡോൺസും ഒക്കെ പാലിക്കാൻ ശ്രമിച്ച് തളർന്നു പോയ ആൾക്കാരോടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ എന്നെ ഇന്ന് പഠിക്കുക. കാരണം എനിക്ക് ഒറ്റ ലോയേ ഉള്ളൂ, അത് സ്നേഹമാണ്. സ്നേഹത്തിനെതിരെ പോകാതിരിക്കുന്ന ഈശോ പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അഡ്വെൻറ്റ് സീസണാണ്. ഈ സമയത്ത് നമ്മുടെ പിള്ളേരൊക്കെ നേരെ വഴി കൊണ്ടുവരാൻ വേണ്ടി കുറേ അധികം എക്സസൈസസ്, സ്പിരിച്വൽ എക്സസൈസസ് ഒക്കെ ചില ആൾക്കാർ കൊടുക്കുന്നുണ്ട്. പുൽക്കൂട്ടിലേക്ക് വേണ്ടി ഉണ്ണീശോക്ക് കുപ്പായം തുന്നാനുള്ള കാര്യങ്ങൾ, നന്മ പ്രവൃത്തികൾ ചെയ്യുക, ഈ 25 days അങ്ങനെ ഓരോ എക്സസൈസ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ ചില പള്ളികൾ അഡ്വെൻറ്റ് എടുത്ത് വെച്ചിട്ട് 4 കളറിലെ തിരിയൊക്കെ കുത്തിയിട്ട് കുറച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലിയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സ്പിരിച്വാലിറ്റി എൻഹാൻസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് ഒരിക്കലും ലിറ്റർജിയുടെ ഭാഗമല്ല. ഇതില്ലാതെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ ഈ 25 ദിവസത്തെ എക്സസൈസ് കൊടുത്തിട്ട് ഒരു കൊച്ചത് ചെയ്തുകൊണ്ട് വന്നില്ല, ഉടനെ തന്നെ അതിനെ പ്രതി അവനെ ക്രൂശിക്കുമ്പോൾ അതവിടെ നുഖമായിട്ട് മാറാണ്, അത് ഭാരമായിട്ട് മാറാണ്. ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ ലവ് ഓഫ് ഗോഡ്. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ഈശോ പറയാ, എൻ്റെ നുഖം, എൻ്റെ ചുമട് അത് ഈസിയാണെന്നേ. സ്നേഹിക്കുക.